സ്വാഗതം. സായന്ന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ റീഡിംഗ് കാണാൻ തീരുമാനിച്ച താങ്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് താങ്കളുടെ ഗാർഡിയൻ ഏഞ്ചലിനോടും സപ്പോർട്ടിംഗ് ഏഞ്ചലിനോടും താങ്കളുടെ ജീവിതത്തിലെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് താങ്കളുടെ സിറ്റുവേഷൻ. ഇതിൽ താങ്കളുടെ ഗാർഡിയൻ ഏഞ്ചലിന് എന്താണ് പറയാനുള്ളത്, പിന്നെ സപ്പോർട്ടിംഗ് ഏഞ്ചൽ. ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്നത് എപ്പോഴും താങ്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശക്തിയാണ്. രണ്ടെന്ന് പറയുന്ന ചില അവസരങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന സപ്പോർട്ടിംഗ് ഏഞ്ചൽ ഉണ്ടാവും. ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ ചോദിക്കുന്നത്. എന്ത് സിറ്റുവേഷനെ കുറിച്ചാണെന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിങ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. കിങ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കാർഡാണ്, മൈൻഡാണ്, ചിന്തയുടെ കാർഡാണ്. പ്രത്യേകിച്ച് തൊഴിൽ മേഖല, ബിസിനസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മെൻ്റൽ ക്ലാരിറ്റി എന്ന് പറയുന്നൊരിതാണ്. അതായത് മനസ്സിന് ക്ലാരിറ്റി കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് ഈ കാർഡ് വരാറ്. അപ്പോൾ ഈ കാർഡ് നമുക്ക് വരുമ്പോൾ മനസ്സിനിപ്പോൾ നമുക്കൊരു പക്ഷേ ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ്, തൊഴിൽ മേഖലകളിൽ. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഏഞ്ചൽസ് പറയുന്നത്. അതാണ് നമ്മുടെ ഇതിവൃത്തം. എന്താണ് ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നത് ചോദിച്ചാൽ നമുക്ക് വിഷസ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ ആസ് വൺ വിഷ് വിൽ ബി ഗ്രാൻറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ ചില ആഗ്രഹങ്ങൾ നല്ലതും ചില ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമ്മുടെ പരിധിക്ക് പുറത്തുള്ളതായിരിക്കും. എന്തു തന്നെയായാലും നമ്മുടെ ആഗ്രഹങ്ങൾ ഏതെങ്കിലും ഒന്ന് സാധ്യമാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു ആഗ്രഹം നേടാനാണ് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എപ്പോഴും എത്തിക്കലി കറക്റ്റായിട്ടുള്ള ഒരു ആഗ്രഹം വേണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ താങ്കൾക്കൊരു ശുഭ പ്രതീക്ഷ നൽകുന്നൊരു സന്ദേശമാണത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കളുടെ ഏഞ്ചൽ ഒരു വിഷ് ഇപ്പോൾ ഗ്രാൻഡ് ചെയ്യും. അതുകൊണ്ട് ഒരു വിഷ് താങ്കൾ മനസ്സിൽ വിചാരിച്ചോളൂ, നല്ലതാണെങ്കിൽ ഗ്രാൻഡ് ചെയ്യും. സപ്പോർട്ടിംഗ് ഏഞ്ചൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഡിവൈൻ സൈറ്റ് എന്ന് പറയുന്ന കാർഡാണ്. സീ ദ ഡിവൈൻ ഇൻ എവരി വൺ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിവൈൻ സെറ്റ് എന്ന് പറയുന്നൊരു ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ മേഖലയിൽ എന്ത് കോമ്പറ്റീഷനോ എന്ത് നേരിടുന്നുണ്ടെങ്കിലും അതിലെല്ലാം ഒരു പോസിറ്റീവായിട്ട് എനർജി കാണുക. കാരണം വെച്ചാൽ പോസിറ്റീവായിട്ട് എനർജി താങ്കൾ കാണുമ്പോൾ തീർച്ചയായിട്ടും താങ്കളെ തിരിച്ചറിഞ്ഞ് താങ്കൾക്ക് ആ വേണ്ടത് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ രണ്ട് സന്ദേശങ്ങൾ അതാണ്. ഒന്നെന്ന് പറയുന്നത് താങ്കളുടെ ഒരു വിഷ് കറക്റ്റായിട്ടുള്ളത് സാധ്യമായ സാധ്യതയുണ്ട്. രണ്ട്, എല്ലായിടത്തും വെളിച്ചം നോക്കൂ എന്നുള്ളൊരു കാർഡാണ് വരുന്നത്. 35-7 എന്ന് പറയുന്ന 3-5-8 ഇത് 7 എന്ന് പറയുന്ന നമ്പറുമാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.